viewers, welcome back to Silent Learning. It's me, Sri Bhama SB. Hi, മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, കാരണം നിങ്ങളുടെ എക്സാമിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ MCQയിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്. സോ പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഏത് ചാപ്റ്ററിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് അല്ലെ? സോ ആ ഒരു ചാപ്റ്ററിലെ 5 മാർക്ക് MCQ ക്വസ്റ്റ്യൻസ് 5 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വാങ്ങിച്ചെടുക്കാം. സോ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ മിസ് പറയട്ടെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, നമ്മുടെ ക്ലാസ് 9 CBSE മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈലത്തിന്റെ ബാച്ച് ആണ് നിഞ്ച ബാച്ച്. വൈ നിഞ്ച ബാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഇപ്പൊ ഈ MCQ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആപ്പിലൂടെ ഓരോരോ പാർട്ട് കഴിയുന്നതോടും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. യൂട്യൂബിൽ കിട്ടുന്ന ലിമിറ്റേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിഞ്ച ബാച്ചിലൂടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെഡിയാക്കി എടുക്കാൻ പറ്റും. ദെൻ അതുപോലെ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതോറും നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്ലൈഡ്സും നോട്ട്സും തുടങ്ങി നിങ്ങൾക്ക് എന്തെല്ലാം ഒരു വർഷത്തിന് വേണോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നിഞ്ച ബാച്ചിൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്, അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഇനി നമുക്ക് കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? What is the physical state of water at 250 degrees Celsius? 250 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വാട്ടറിന്റെ സ്റ്റേറ്റ് ഏതായിരിക്കും? മാറ്റർ സ്റ്റേറ്റ് ഏതായിരിക്കും എന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് ഉണ്ടടാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? അതിൽ സോളിഡ്, അപ്പൊ നമ്മൾ ഐസ് ക്യൂബ് ആണെങ്കിൽ അത് സോളിഡ് ആണ്. ആൻഡ് നമ്മൾ കുടിക്കുന്ന വാട്ടർ എന്ന് പറഞ്ഞ ലിക്വിഡ് ഫോമിലാണ്. ആൻഡ് തന്നെ നമ്മൾ വേപ്പർ ആയിട്ട് മാറ്റിയെന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറിയത്. സോ 3 ടൈപ്പ് ഓഫ് എന്തുണ്ട്? സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ചോദിച്ചത് 250 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? 250 ഡിഗ്രി സെൽഷ്യസ്, സോറി 250 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് മക്കളെ? എത്ര ഡിഗ്രി സെൽഷ്യസ് കൊടുത്താലാണ് അത് ചൂടാകാൻ തുടങ്ങുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതിന് മുകളിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 250 എന്ന് പറയുമ്പോൾ 100ന്റെ മുകളിലോട്ടാണല്ലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ഊഹിച്ചെടുക്കാൻ പറ്റും? യെസ്, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എന്ന് ആലോചിച്ചെടുക്കാം. കാരണം ലിക്വിഡ് ആയിട്ടുണ്ടായിരുന്ന ആളെ നമ്മുടെ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴാണ് അത് വേപ്പർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. So we can see that the boiling point of water is 100 degrees Celsius. Hence, physical state of water is 250 degrees Celsius. ഇവിടെ തന്നിട്ടുള്ളത് here. So it is in gaseous state. അതോടെ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് പറയാം അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഇനി ബൈ ചാൻസ് അത് 100ൽ താഴെയാണെങ്കിലോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം, സോളിഡ് സ്റ്റേറ്റിലാണെന്ന് എഴുതി വെക്കാം. സോ ക്വസ്റ്റ്യനിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ടു സെൽഷ്യസ് സ്കെയിൽ. 300K 300K ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അതിന് നിങ്ങളോട് എന്തിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്? സെൽഷ്യസ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാ അത് ചെയ്യാൻ പറ്റാം? നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 300K ആണ് തന്നിട്ടുള്ളത് അല്ലെ? സോ K is equal to, ഈ ഇക്വേഷൻ എന്റെ മക്കൾ ഷുവർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് K is equal to 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെൽഷ്യസ് സ്കെയിൽ മാത്രം ആയതുകൊണ്ട് അതിനെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള ആള് നേരെ നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോയല്ലേ? അപ്പൊ K മൈനസ് 273 ആയി. ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് K മൈനസ് 273 ആയി. അപ്പൊ K നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 300 തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് 300 മൈനസ് 273 which is equal to 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി ബൈ ചാൻസ് ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും? 27 നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ഈ 273 വെച്ചിട്ട് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. നമുക്ക് എത്രയാ കിട്ടുക? 300 കിട്ടും. സോ നമുക്ക് മനസ്സിലായി, ആൻസർ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇതോടുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റ് ആയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. 573K ആണ് നിങ്ങൾക്ക് അടുത്ത് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ തന്നെ ചെയ്തു നോക്കിക്കോ, മിസ്സിനെ നോക്കണമെന്നില്ല. പക്ഷെ എന്നാലും മിസ് ജസ്റ്റ് ചെയ്യാം. അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് കമന്റ് ചെയ്യാം. റെഡി?
യെസ്. അപ്പൊ ഇവിടെ തന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 573 K ആണ് അല്ലെ. നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം, ആലോചിക്കുക. K is equal to 273 plus degree Celsius. ഹിയർ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് കെയുടെ അടുത്തോട്ട് നമ്മുടെ 273 പോയി. അപ്പൊ K മൈനസ് 273 വന്നു. അപ്പൊ 573 മൈനസ് 273 which is equal to 300. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയടാ മക്കളെ, ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് കറക്റ്റ് ആണോ നോക്കാം. മിസ് പറഞ്ഞതുപോലെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നോക്കാം. 300 പ്ലസ് 273 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്റെ ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇതോട് കൂടിയിട്ട് അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മനസ്സിലായി. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. Which of the following are matter? Chair, ice, water, emotions, thought, balloon തന്നിട്ടുണ്ട്. സോ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാലേ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടുള്ളൂ അല്ലെ. എന്താണ് മാറ്റർ എന്ന് നിങ്ങൾക്ക് അറിയുമോ, അത് മിസ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഏതാണ് ആൻസർ വരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ചെയർ മാറ്റർ ആണ്, ഐസ് മാറ്റർ ആണ്, വാട്ടറും മാറ്റർ ആണ്, ബലൂണും മാറ്റർ ആണ്. കാരണം എന്താണ് മാറ്റർ, വാട്ട് ഡു യു മീൻ ബൈ മാറ്റർ ചോദിച്ചാൽ എനിത്തിങ് ദാറ്റ് occupies space and has mass. ഇരിക്കാൻ ഒരു സ്ഥലം വേണം. മിസ്സിന്റെ ഫോണ് മിസ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സാധനത്തിന് ഇവിടെ ഇരിക്കാൻ എന്ത് വേണടാ, സ്പേസ് വേണം. അതുപോലെ ഇതിനൊരു മാസ് ഉണ്ടോ, ഓഫ്കോഴ്സ് ഇതിനൊരു മാസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒക്കുപേഷൻ ഒരു സ്പേസും അതുപോലെ മാസും ഉള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. സോ എന്തിനും നമുക്ക് പറയാൻ പറ്റും. ഈ കാണുന്ന റുബിക്സ് ക്യൂബ് ആയിക്കോട്ടെ, മിൽക്ക് ആയിക്കോട്ടെ, ബലൂൺ ആയിക്കോട്ടെ, എല്ലാം ആൻ എക്സാമ്പിൾ. എന്തൊരു എക്സാമ്പിൾ ആണ്, മാറ്ററിന്റെ എക്സാമ്പിൾ ആണ്. സോ എന്താണ് കറക്റ്റ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, matter is anything that occupies space and has mass. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാറ്ററാ. ഈ മൗസ് മാറ്ററാണ്, ഈ പെന്ന് മാറ്ററാണ്, ഈ കർച്ചീഫ് വരെ മാറ്ററാണ്. സോ എല്ലാത്തിനും മാസും ഉണ്ട്, അതിനനുസരിച്ച് ഒക്കുപൈ ചെയ്യുന്നത് സ്പേസും ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇരിക്കാനൊരു സ്ഥലമുള്ള സാധനമാണോ, അല്ലെങ്കിൽ അതിനൊരു മാസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇമോഷൻസും അതുപോലെ തന്നെ തോട്ട്സ് ഒന്നും നമുക്ക് മാറ്റർ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഒക്കുപൈ ചെയ്യുന്ന സ്പേസും മാസും ഉള്ളതിനെയാണ് നമുക്ക് മാറ്റർ എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. What is the physical state of matter in which the particle have the least kinetic energy? Question ശ്രദ്ധിക്കുക. least kinetic energy ഉള്ളത് ആർക്കാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ഇത് ചിലപ്പോൾ മിക്കവാറും എല്ലാവരും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വായിച്ചു നോക്കുക. അപ്പൊ ലീസ്റ്റ് kinetic energy പറയുമ്പോൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയുക, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. അവരല്ലേ ഭയങ്കരമായിട്ട് എനർജി കുറവുണ്ടാവുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സിനെ ഒരു ബെഞ്ച് കൊണ്ടേയിരുത്തി, മിസ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ മിസ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 4 പേരെ കൊണ്ടുവന്നിട്ട് ആ ബെഞ്ചിലിരുത്തി. ഇത്രയും പോകുന്ന ബെഞ്ചാണ്. അത്രയും പേര് ഇരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കണം മക്കളെ അവസ്ഥ? വളരെ ശോകാവസ്ഥയായിരിക്കും അല്ലെ. മിസ് ഇങ്ങനെ ഇറുകി പിടിച്ചിട്ടായിരിക്കുന്നത്. സോ മിസ്സിന്റെ എനർജി വന്ന് അത്രയും കുറവായിരിക്കും. അപ്പൊ മിസ്സിന് 2 പേരെ മാറ്റി. അപ്പൊ മിസ് ആ സോളിഡ് സ്റ്റേറ്റിലായിരുന്നു ആ സമയത്ത് കേട്ടോ. പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റിയപ്പോ 2 പേരെ അപ്പുറത്തുനിന്ന് പുറത്താക്കി. അപ്പൊ ഒരു 3 പേരായി. 3 പേരായപ്പോ മിസ്സിന് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും, ലിക്വിഡിന്റെ ഒക്കെ പോലെ. അപ്പൊ കുറച്ച് എനർജി മിസ്സിന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, 2 പേര് ഒഴിവാക്കി മിസ്സിനെ മാത്രം ബെഞ്ച് കൊണ്ടിട്ട് മിസ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിക്കൂടെ. അപ്പൊ മിസ് ഏത് സ്റ്റേറ്റിലാ? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാ. അപ്പൊ ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിനും ഏറ്റവും കുറവ് കൈനറ്റിക് എനർജി ഉള്ളത് സോളിഡിനുമാണ് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റ് മക്കൾ മറക്കാതെ ശ്രദ്ധിക്കുക. കാരണം കുറെ പേര് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 5 മാർക്ക് നമ്മൾ ഈസി ആയിട്ട് വാങ്ങിച്ചെടുത്ത് അല്ലെ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസിലും കാര്യങ്ങളായിട്ട് ഇനിയും വീഡിയോസിലും മിസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള MCQs ഒക്കെ എന്റെ മക്കൾക്ക് കിട്ടും. മാക്സിമം അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. സോ ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.